ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശിനിയായ 55-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, അപ്പോൾ കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് പരിശോധനാ ഫലത്തിൽ നിന്ന് വരുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓരോ ദിവസവും ഓരോ കേസുകളായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധനാ ഫലം വന്നത്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മലപ്പുറം സ്വദേശിനിയാണ്, 55 വയസ്സുള്ള സ്ത്രീയാണ്. നിലവിൽ മലപ്പുറത്ത് എവിടെയാണ് എന്നുള്ള കാര്യം നമുക്ക് അല്പസമയത്തിനകം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അല്പസമയം മുമ്പാണ് ഈ ഒരു പരിശോധനാ ഫലം വന്നത്. ഇന്നലെയാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് ശ്രമം പരിശോധനയ്ക്ക് എടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പരിശോധനാ ഫലം ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ മലപ്പുറം സ്വദേശികളായ 3 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ട്. ഇവരുടെ എല്ലാം ആരോഗ്യനില സ്റ്റേബിൾ എന്ന വിവരം തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാവുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് സ്വദേശികളായ 3 പേരും ചികിത്സയിലുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് പലരുടെയും ഉറവിടം എവിടെ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്, പക്ഷേ പരിശോധനാ ഫലം ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. ആ പരിശോധനാ ഫലം ലഭ്യമായാൽ മാത്രമേ, സാധാരണ കുളത്തിൽ നിന്നൊക്കെയാണ് ഈ ഒരു രോഗം കിട്ടാറുള്ളത്. പക്ഷേ കോഴിക്കോട്ടെ ഒരു സാഹചര്യം എടുക്കുകയാണെങ്കിൽ 3 മാസം പ്രായമുള്ള കുഞ്ഞിന് ആ വീട്ടിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ രോഗം വന്നതെന്ന ഒരു നിഗമനം ആരോഗ്യവകുപ്പിനുണ്ട്. ആ ഒരു കേസ് മാത്രമാണ് നിലവിൽ എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഒരു രോഗത്തിന്റെ ഉറവിടം എന്നത് വ്യക്തമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട് ഈ ഉറവിടവുമായി ബന്ധപ്പെട്ട്. വിജയകുമാർ, യെസ്, ഒരു പുതിയ കേസ് കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും ആരോഗ്യനില സ്റ്റേബിളാണ് എന്നൊരു വിവരമാണ് വരുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ ആരോഗ്യവകുപ്പ് അല്പസമയത്തിനകം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലപ്പുറം സ്വദേശിനിയായ 55-കാരിക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്.